ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ ഹെൽത്തി യമ്മി ബൈറ്റ്സ്. ഐ എം സൂസൻ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും പ്രിയങ്കരമായ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ബീഫ് കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. ക്രിസ്പി ആയിട്ടുള്ള ഈ ബീഫ് കട്ട്ലറ്റ് ഇടയ്ക്ക് സ്നാക്കായിട്ടോ ചായക്കൊപ്പമോ സ്റ്റാർട്ടറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റും. കട്ട്ലറ്റ് തയ്യാർ 3 മീഡിയം സൈസ് പൊട്ടറ്റോ നല്ലതായിട്ടൊന്ന് ബോയിൽ ചെയ്ത് മാഷ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു പാനിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കി നല്ല മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉടച്ചെടുത്ത പൊട്ടറ്റോയും കൂടി ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ എല്ലാം കൂടെ ഒരുമിച്ചിടണ്ട, കുറച്ചിടുക ആദ്യം. പൊട്ടറ്റോയുടെ രുചി അധികം മുമ്പിലാകരുത്, ബീഫിൻ്റെ രുചി മുമ്പിൽ നിൽക്കണം. ഒരു നല്ല ബൈൻഡിങ് കിട്ടാൻ വേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും കൂടെ ചേർക്കുന്നു, കട്ട്ലറ്റ് പൊട്ടിപ്പോകാതൊക്കെ ഇരിക്കാൻ വേണ്ടി. എല്ലാം ചേർത്ത് നന്നായി കൂട്ടി ഇളക്കി നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. ഇതുപോലെ ഇതിനെ ചൂട് മാറാൻ വേണ്ടി കുറച്ചു നേരം മാറ്റി വെക്കാം. ശേഷം ഒരു ചെറിയ ഉരുള എടുത്ത് ഷേപ്പ് ചെയ്തെടുക്കാം. കൈ വെച്ച് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുന്നു. എല്ലാം ഷേപ്പ് കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് 1-2 മുട്ട പൊട്ടിച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഓരോന്നായിട്ട് ഈ മുട്ടയിൽ മുക്കിയ ശേഷം ബ്രെഡിൻ്റെ പൊടിയിൽ 2 വശവും ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇത് ഒരു കവറിലാക്കി ഫ്രീസറിൽ ഇട്ട് വെച്ചിരുന്നാൽ വേണ്ടിയപ്പോൾ എടുത്ത് നമുക്ക് വറുത്തെടുക്കാം. കട്ട്ലറ്റ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ച് ചൂടാക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ കട്ട്ലറ്റ് ഇട്ട് വറുത്തെടുക്കാം. ചെറുതായി മൊരിഞ്ഞ ശേഷം വേണം തിരിച്ചിട്ട് കൊടുക്കാൻ, പെട്ടെന്ന് അങ്ങ് തിരിച്ചിടാൻ നോക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഓരോ വശവും ഒരു 2-3 മിനിറ്റ് വീതം ഫ്രൈ ചെയ്യണം. നല്ല ബ്രൗൺ നിറമാകുന്നിടം വരെ വറക്കണം. നല്ലതായി മൊരിഞ്ഞു വരുമ്പോൾ പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം, എക്സ്ട്രാ ഓയിലൊക്കെ ഒന്ന് മാറാൻ വേണ്ടി. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. കട്ട്ലറ്റ് ഉണ്ടാക്കി വെക്കേണ്ട താമസം എല്ലാവരും ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങും. നമുക്ക് ഇടയ്ക്ക് സ്നാക്കായിട്ടോ ചായയുടെ കൂടെ ഒരു കടിയായിട്ടോ അല്ലെങ്കിൽ ഒരു മെയിൻ കോഴ്സിൻ്റെ സ്റ്റാർട്ടറായിട്ടോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല രുചികരമായ എല്ലാവർക്കും ഇഷ്ടമാകുന്ന കട്ട്ലറ്റാണിത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ സജഷൻസും എഴുതി അറിയിക്കണേ. ഒരെണ്ണം ഒന്ന് പൊട്ടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കണം. നല്ല മൊരിഞ്ഞ രുചിയേറിയ കട്ട്ലറ്റ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നല്ലൊരു ഡിഷിൻ്റെ റെസിപ്പിയുമായി ഉടൻ തന്നെ വരുന്നതാണ്. തീർച്ചയായും കാണണം. താങ്ക്